ഇറാന്റെ പരമോന്നത നേതാവായുള്ള മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ എന്നതിനെ ചൊല്ലി ആഗോളതലത്തിൽ ദിവസങ്ങളായി അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇപ്പോഴിതാ തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ടെഹ്റാനൊപ്പം നിന്ന ഇറാഖിലെ ജനങ്ങൾക്കും മത നേതൃത്വത്തിനും നന്ദി അറിയിച്ചുകൊണ്ടുള്ള മുജ്തബ ഖമനേയിയുടെ സന്ദേശം കഴിഞ്ഞ ദിവസം ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ യുദ്ധത്തിൽ ഇറാഖ് സ്വീകരിച്ച നിലപാടുകളെ പ്രശംസിച്ചുകൊണ്ടുള്ള മുജ്തബയുടെ സന്ദേശമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ബാഗ്ദാദിലെ ഇറാനിയൻ അംബാസിഡറും ഇറാഖിലെ ഷിയ പാർട്ടിയായ ഇസ്ലാമിക് സുപ്രീം കൌൺസിൽ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ സന്ദേശം കൈമാറിയത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിയുടെ മകനായ മുജ്തബ സ്ഥാനമേറ്റെടുത്ത ശേഷം പുറത്തുവിടുന്ന മൂന്നാമത്തെ പ്രധാന സന്ദേശമാണിത്. എന്നാൽ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും മുജ്തബ ഖമനേയി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തത് വലിയ ദുരൂഹങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. മുൻപ് പുറത്തുവിട്ട പ്രസ്താവനകളും പേർഷ്യൻ പുതുവർഷ ആശംസകളും ടെലിവിഷനിലൂടെ മറ്റൊരാളാണ് വായിച്ചത്. മുജ്തബയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അദ്ദേഹം എവിടെയാണെന്നതിനെക്കുറിച്ചും ആഗോളതലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇതേസമയം ഇറാന്റെ പുതിയ നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി സംശയം പ്രകടിപ്പിച്ചും രംഗത്ത് വന്നിരുന്നു. ഇറാന്റെ സൈനിക നേതൃത്വവും പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും മുജ്തബ ഖമനേയിയുടെ ദീർഘനാളായുള്ള മൗനം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നതിന്റെ തെളിവാണെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അവരുടെ നേതാക്കൾ മരിച്ചു. പരമോന്നത നേതാവ് ഇപ്പോൾ പരമോന്നതനല്ല. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മകനും ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ മോശം അവസ്ഥയിലാണ്. കാരണം ആരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ഈ ആരോപണങ്ങൾക്കിടയിലും മുജ്തബ ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്ന കാര്യത്തിൽ നയതന്ത്ര രഹസ്യാന്വേഷണ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. മുജ്തബ ഖമനേയി സുരക്ഷാ കാരണങ്ങളാൽ ഒളിവിൽ കഴിയുകയാണോ അതോ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോഴും വ്യക്തത തേടുകയുമാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നത് തുടരുന്നതിനിടയിൽ മുജ്തബ ഖമനേയിയുടെ തിരോധാനം ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരെ അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫഖാരി. കരയുദ്ധത്തിന് ശ്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US സൈനികർ നല്ല ഭക്ഷണമായി തീരുമെന്നാണ് അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചത്. 3500 സൈനികരുമായി US പടക്കപ്പൽ USS ട്രിപ്പോളി മധ്യപൂർവ്വ ദേശത്തെത്തി എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ പ്രതികരണവും എത്തിയത്. 10,000 സൈനികരെ കൂടി മധ്യപൂർവ്വ ദേശത്തേക്ക് അയക്കാൻ US ആലോചിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നയതന്ത്രത്തെപ്പറ്റി പരസ്യമായി സംസാരിക്കുന്ന US രഹസ്യമായി ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ആരോപിച്ചു. അതിനിടെ മാർച്ച് 27-ന് ആക്രമിക്കപ്പെട്ട ഖോൺതാബ് ഖനജല പ്ലാന്റ് പൂർണ്ണമായും തകർന്നെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. പ്ലാന്റിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്നും ഇറാൻ അറിയിച്ചു. കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതിനിടെ ഇറാനിലെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കയുടെ ആക്രമണമുണ്ടായി. മണിക്കൂറുകൾക്ക് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഇറാന്റെ ആക്രമണ ഭീഷണി മുൻനിർത്തി പശ്ചിമേഷ്യയിലെ US യൂണിവേഴ്സിറ്റികൾ പലതും പഠനം ഓൺലൈനിലേക്കും മാറ്റിയിരുന്നു. കാർഗ് ദ്വീപിൽ ആഴ്ചകൾ നീളുന്ന അധിനിവേശം ഉൾപ്പെടെ എല്ലാ സാധ്യതകളും അമേരിക്ക പരിഗണിക്കുന്നതായി US മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിന്റെ ഗൾഫ് മേഖല ലക്ഷ്യമിട്ട ഇറാന്റെ തിരിച്ചടി ഇപ്പോൾ ശക്തമാണ്. കുവൈറ്റിൽ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. സർവീസ് കെട്ടിടമാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാനിലെ തബ്രിസ് നഗരത്തിലെ പെട്രോകെമിക്കൽ ഫാക്ടറിയും ആക്രമിക്കപ്പെട്ടു. വാതക ചോർച്ചയുമുണ്ടായി. UAE-യിൽ പുലർച്ചെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. തുടർച്ചയായ സ്ഫോടക ശബ്ദങ്ങൾ ഉയർന്നു. ഫലപ്രദമായി ആക്രമണത്തെ ചെറുക്കാനായെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.